ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവന് ലഭിക്കുന്ന ദാനങ്ങളിലൊന്നാണ് അവൾ. ഉത്തമയായ ഭാര്യയെയും ഭാഗ്യവാനായ ഭർത്താവും ചേർന്ന് കെട്ടിപ്പടുക്കുന്ന കുടുംബങ്ങളുടെ കൂട്ടിലേക്ക്, കൂട്ടിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കൂട്ടിൽ നമുക്ക് കൂട്ടായുള്ളത് ജോസ് പ്രകാശ് എന്ന മഹാനായ നടൻ്റെ മകൻ ശ്രീ ഷാജി ആൻഡ് റെജി. ഇന്നത്തെ ഈ ഇൻ്റർവ്യൂ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ചോദിക്കാൻ തോന്നുന്ന ചോദ്യം, നിങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥനയുടെ അനുഭവം എന്താണെന്നാണ്. നിങ്ങൾ രണ്ടുപേരും വളരെ എന്താണ് പറയുന്നത്, പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ദമ്പതികളാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഇവിടുത്തെ പ്രാർത്ഥനാ ജീവിതം? പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെറുപ്പം പോലെ ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. ഏകദേശം ഒരു 3/4 മണിക്കൂർ നേരത്തെ കൊന്തയും പ്രാർത്ഥനയെല്ലാം കൂടി ആയിട്ടാണ് അമ്മച്ചി തുടങ്ങി ഞങ്ങൾ ചെറുപ്പം മുതലേ കൊണ്ടു നടത്തിയിരിക്കുക. അപ്പോൾ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പ്രാർത്ഥന ദിവസവും മുടക്കാതെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതില്ലെങ്കിൽ എന്തോ പ്രാർത്ഥന ഇല്ലെങ്കിൽ എന്തോ ഒരു കുറവ് വന്ന പോലെ ഫീലാണ്. അപ്പോൾ അതുകൊണ്ട് മുടക്കാറില്ല. അച്ഛൻ്റെ അമ്മച്ചി പഠിപ്പിച്ച ഒരു പാട്ടുമുണ്ട്, അതും പ്രാർത്ഥന കഴിയുമ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും പാടുകയും ചെയ്യും. ഏതായിരുന്നു? നാദേ മാതാവേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഞങ്ങളെന്നും എല്ലാ ദിവസവും ഇത്രയും വർഷങ്ങളായിട്ട് അതിന് മുടക്കും. അത് എല്ലാ ഫംഗ്ഷനുകൾക്കും പാടും, ഞങ്ങളുടെ ഫാമിലി ഫംഗ്ഷനൊക്കെ പാടും. അങ്ങനെയാണ്. രാവിലെ കുർബാനയ്ക്കൊക്കെ പോകും. ഞങ്ങളിവിടെ വന്നതിന് ശേഷം സ്ഥിരമായിട്ട് കുർബാനയ്ക്ക് പോകുന്നുണ്ട്. അച്ചായനുള്ളപ്പോൾ പറ്റത്തില്ലായിരുന്നു, ഇപ്പം ഞങ്ങൾ പോകുന്നുണ്ട്. അച്ചായൻ പ്രാർത്ഥനയൊക്കെ എങ്ങനെയായിരുന്നു? ഡെയിലി പള്ളിയിൽ പോകുമായിരുന്നു. എന്നും രാവിലെ 7 മണിക്കത്തെ, ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുമ്പം 7 മണിക്കത്തെ അംബികാപുരം പള്ളിയിലെ കുർബാനയാണ് കൂടിക്കൊണ്ടിരുന്നത്. അവിടുന്ന് വീട്ടിൽ ഒരു 10 മിനിറ്റ് നടക്കണം. അപ്പം നടക്കാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് നടന്ന് കുർബാനയ്ക്ക് പോയി തിരിച്ചു വരും. അങ്ങനെ ഒരു റുട്ടീനാണത്. സൗകര്യമുള്ള ദിവസങ്ങളെല്ലാം പള്ളിയിൽ പോകും. പിന്നെ പ്രാർത്ഥനയ്ക്ക് കൂടും. പ്രാർത്ഥന മസ്റ്റാണ്, നിർബന്ധമായ കാര്യമാണ്. ലാസ്റ്റത്തെ സ്തുതിയാണ് ഏറ്റവും എല്ലാ കൊച്ചുമക്കളോട്ട് എല്ലാവരും സ്തുതി നിർബന്ധമാണ്. അത് വലിയൊരു ഇഷ്ടം, അതൊരു ചടങ്ങായിരിക്കും. ചടങ്ങാണ്. മക്കളും കൊച്ചുമക്കളും അത് ആ സീനിയോറിറ്റി അല്ല, കുട്ടികൾ തുടങ്ങി സീനിയേഴ്സ് വരെ ലാസ്റ്റ് എല്ലാവരും എന്ത് വലിയ ഫംഗ്ഷൻ ആണെങ്കിലും അത് ആ ഒരു ഉണ്ടെങ്കിൽ ഒത്തിരി പേരുണ്ടാവില്ല സ്തുതി കിട്ടാൻ. അത് സ്തുതി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ എത്ര മക്കളാണ്? ഞങ്ങള് 6 പേരാണ്. 4 പെൺമക്കളും 2 ആൺമക്കളും. ഞങ്ങള് ഞാൻ അതിൽ ഏറ്റവും ഇളയാണ്. ഓക്കെ. ഷാജിച്ചേട്ടൻ്റെ വീട്ടിലായിരുന്നു അവസാന കാലത്ത്? അതെ അതെ അതെ. ഓക്കെ. മറ്റു മക്കളെല്ലാവരും? എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് എല്ലാവരും വെൽ ഓഫാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഏറ്റവും മൂത്ത സിസ്റ്റർ ഊട്ടിയിലാണ്. അവർക്കവിടെ ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയും അളിയനും കൂടി അത് നടത്തുന്നു. രണ്ടാമത്തെ സിസ്റ്റർ തൃശ്ശൂരാണ്. അവർ റിട്ടയർഡ് ലൈഫാണ് ഇപ്പം. അവർ നേരത്തെ ദുബായിലായിരുന്നു. അവർ രണ്ടും അവിടെ, അവരുടെ മക്കളൊക്കെ പുറത്താണ്. മൂന്നാമത്തെ ആൾ ആലുവയിലാണ്. ഇവിടെ എനിക്ക് എൻ്റെ നെയ്ബർഹുഡ് ഒരു 5-6 കിലോമീറ്റർ അകലേ ഉള്ളൂ. അപ്പോൾ അവിടെ മൂന്നാമത് ചേച്ചിയും ഹസ്ബൻഡ് അടുത്ത കാലത്ത് മരിച്ചുപോയി. പിന്നെ അതിൻ്റെ അതായത് എൻ്റെ ബ്രദർ ഒരാളുടെ പേര് രാജൻ എന്നാണ്. പുള്ളിക്കാരൻ എറണാകുളത്താണ് താമസിക്കുന്നത്. അതിൻ്റെ ഉള്ളത് ഒരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററും ഹസ്ബൻഡും അവർ ജർമ്മനിയിലാണ്. ഒരു മക്കളൊക്കെ അവിടെ തന്നെ. ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ എല്ലാവർക്കും 2 മക്കൾ വെച്ചാണ്. എല്ലാവരും ഒരാണും പെണ്ണും എല്ലാവർക്കും കിട്ടി. അതാണ് ഞങ്ങളുടെ ഫാമിലിയുടെ പ്രത്യേകത. എല്ലാവർക്കും ഒരാണ് ഒരു പെണ്ണ്, അങ്ങനെ ഒരു കണക്ക്. ചേച്ചിയുടെയും ചേട്ടൻ്റെയും മക്കള് എവിടെ വരെയൊക്കെ എത്തി?
മോളുടെ കല്യാണം മോളുടെ കല്യാണം കഴിഞ്ഞു. മൂത്ത മോള് പ്രിയ. ഓക്കെ. മോന് മോൻ സച്ചിൻ, അവനിപ്പോൾ എഞ്ചിനീയറിങ് കഴിഞ്ഞു. അവൻ ബിടെക് ഇപ്പോൾ ഈ വർഷം ആയി. മോള് എംടെക് പാസ്സായി. അപ്പോൾ അവളുടെ കല്യാണവും കഴിഞ്ഞു. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലം ആയോ? അതാണ് അതിന്റെ ഒരു മാധുര്യം. 1 കൊല്ലം പോലും ആയില്ല എന്നുള്ള ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ 1986 കല്യാണം. ഓക്കെ. അപ്പോൾ 32ാമത്തെ വർഷം ആകുന്നു. 32 വർഷമാകുന്നു. എങ്ങനെയായിരുന്നു വിവാഹ ജീവിതത്തിലേക്ക് വന്നത്? ഒരു യൂഷ്വൽ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അതെ, അറേഞ്ച് മാരേജ് ആയിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത്രയും വലിയൊരു നടന്റെ മകന്റെ ഒരു ആലോചന വരുമ്പോ എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ഒരു പിന്നെ മകൻ വരുന്നതിനല്ലായിരുന്നു പേടി, ഫാദർ വരുന്നതിന്റെ പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ചമ്മലൊന്നും ഇല്ലായിരുന്നു. മകൻ വരുന്നില്ല, പേടിയായിരുന്നു കൂടുതലും. അപ്പൊ അച്ഛനെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതായിരുന്നു. സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഇമേജ് മാത്രമേ വില്ലനായിരുന്നല്ലോ. പെണ്ണ് കണ്ട അന്ന് തന്നെ ഡേറ്റും ഫിക്സ് ചെയ്തു, കല്യാണത്തിന്റെ ഡേറ്റും എല്ലാം അന്ന് തന്നെ ഫിക്സ് ചെയ്തു. അത് ശരി. അധികം ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു? 2 മാസത്തെ ഗ്യാപ്പേ ഉണ്ടായുള്ളൂ. ഓക്കെ. ആ സമയത്ത് പിന്നെ മൊബൈൽ ഫോണിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല? പ്രണയമൊക്കെ ഉണ്ടായിരുന്നോ? ലാൻഡ് ഫോൺ കൂടെ വിളിക്കുമായിരുന്നു. പിന്നെ വീട്ടുകാരറിയാതെ ഒന്ന് കാണാനും വന്നു ഇടയ്ക്ക്. വീട്ടിൽ പറഞ്ഞില്ല. പക്ഷെ ഞങ്ങളുടെ അങ്ങോട്ട് അങ്ങ് കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ കാണാൻ പോകും, പുറത്തു പോകും, പ്രശ്നങ്ങളില്ല. ഞാൻ ക്നായിലാണ്. ശരി. ക്നാനായക്കാരിയാ. അപ്പൊ ഇവർക്ക് ഇവിടെ അങ്ങനെ പോകത്തില്ല. അപ്പൊ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ളപ്പോഴാണല്ലോ അന്ന് ചാടി കിടക്കണം എന്നൊരു ആഗ്രഹം വരുന്നത്. ഓക്കെ. ഓക്കെ. വിവാഹ ജീവിതത്തിൽ മക്കളെയൊക്കെ വളർത്തി ഏറ്റവും രസകരമായി തോന്നിയ ഒരു കാര്യം എന്താണ്? ഒരു കുടുംബ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും എൻജോയ് ചെയ്യുന്ന മൊമെൻറ്റ്, മക്കൾ ഒരുമിച്ച് ഒക്കെയുള്ള അതെന്തെങ്കിലും ഒരു ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാം. അങ്ങനെ പ്രത്യേകിച്ചൊന്നും. സ്കൂളിങ്ങിന് മുമ്പുള്ള കാലമാണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള സമയം. അതെ അതെ. എല്ലാവരും സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിലെ പ്രശ്നങ്ങൾ തുടങ്ങി. അപ്പം അതുകൊണ്ട് അതിന് മുമ്പൊക്കെ ഇങ്ങനെ ഒരു ടൂറുകളൊക്കെ പോകും, അവിടെ എവിടെയെങ്കിലും യാത്രയ്ക്കൊക്കെ പോകും. അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചേ പോകാറുള്ളൂ. അച്ഛനടക്കം അങ്ങനെ പോകാറുള്ളൂ. എവിടെയെങ്കിലും എത്ര ദൂരത്തായാലും പോകുമ്പോഴത്തേക്ക് ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അച്ഛൻ അങ്ങനെ സമയമൊക്കെ കിട്ടാറുണ്ടായിരുന്നോ? പിന്നെന്താ, അച്ഛൻ അങ്ങനെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നും വർക്കില്ലല്ലോ. ഒരു മാസത്തിൽ ഒരു 10-20 ദിവസമൊക്കെ വർക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 10 ദിവസം എങ്ങനെയായാലും 10 ദിവസം ഫ്രീ ആയിരിക്കും. അതിന് നേരത്തെ അറിയാം. കാരണം വെച്ചാൽ അതിൻ്റെ ഷെഡ്യൂളൊക്കെ അതിനനുസരിച്ചാണ് ഡേറ്റൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നാണ് അവധി ഉള്ളത്, എന്നാണ് അതിന് ഫ്രീ ആയിട്ടുള്ള സമയം എന്നൊക്കെ നേരത്തെ അറിയാൻ പറ്റും. പിന്നെ എപ്പോഴും ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടാവും. എല്ലാ വീക്കെൻഡിലും എല്ലാവരും മൂത്ത ബ്രദറും സിസ്റ്ററും ഇവിടെ ഉള്ള സിസ്റ്റർ ഉണ്ടല്ലോ, സിസ്റ്റർ എപ്പോഴും ഒത്തുകൂടും. അതെ, ചേച്ചി അളിയനും പെങ്ങളും എല്ലാ ഞായറാഴ്ച ഉണ്ടാവും. കാരണം അവര് ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ളവരല്ലേ, അതുകൊണ്ട് അവരെല്ലാ ആഴ്ചയിലും അവിടെ എത്തുമായിരുന്നു. അതുകൊണ്ട് അതൊരു ആഘോഷമാണ്. എല്ലാ വീക്കെൻഡും ഞങ്ങൾക്ക് ഒരു ആഘോഷമാണ്. ശരിക്കും ഒരു കൂട്ടുകുടുംബം ഒരുമിച്ചല്ല ജീവിക്കുന്നെങ്കിൽ പോലും ഒരു കൂട്ടുകുടുംബത്തിന്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇത്രയും മക്കളുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ 6 പേരുള്ളതുകൊണ്ട് ആരെങ്കിലുമൊക്കെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരൊക്കെ ആണെങ്കിലും കൂടുതൽ സമയം ഞങ്ങളുടെ കൂടെ നിന്ന് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നാത്തൂനും പിള്ളേരും അങ്ങനെ പിള്ളേരുമായിട്ട് എല്ലാവരുമായിട്ട് അടുപ്പമാണ്. മക്കളെ വളർത്തുന്ന സമയത്ത് ചേച്ചിക്ക് എന്ത് ഹെൽപ്പാണ് ചേട്ടൻ ചെയ്തു തന്നിട്ടുള്ളത്? എല്ലാം ചെയ്യുമായിരുന്നു. പിള്ളേരുടെ യൂണിഫോം തേക്കും, അത്യാവശ്യം ഷൂസ് വരെ പോളിഷ് ചെയ്ത് കൊടുത്തു, റെഡിയാക്കിയൊക്കെ വിട്ടോളൂ. അങ്ങനെയൊന്നും പ്രശ്നമില്ല. എല്ലാം ഫുൾ ഹെൽപ്പും ചെയ്യുമായിരുന്നു. പ്രശ്നമില്ല. അതുപോലെ ചേട്ടൻ്റെ ബിസിനസ്സിൽ ചേച്ചി ഹെൽപ്പ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം എനിക്കിപ്പം ബിസിനസ് 1 മാൻ ഷോ ബിസിനസ് ആണല്ലോ എൻ്റേത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും ചെറിയ അസുഖം വന്നാൽ പോലും അപ്പം തന്നെ റീപ്ലേസ്മെൻറ്റ് രജിയാണുള്ളത്. വേറെ ആരെയും ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അത്ര റിലയബിളായിട്ട് ഏൽപ്പിച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ബിസിനസ്സിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഒന്നുമില്ല, ഷെയർ ചെയ്യാത്ത കാര്യങ്ങളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്ന് മാറി നിന്നാൽ പോലും ഷീ ക്യാൻ ഹാൻഡിൽ അല്ലേ? അതെ അതെ അതെ. ഓക്കെ. അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു പോയിക്കോളും. മക്കളുടെ വഴക്ക് വരുമ്പോൾ, കൊച്ചുകുട്ടികളായിരിക്കുമ്പോഴൊക്കെ വഴക്ക് വരുമ്പോൾ ആരാണ്
മക്കളെ വഴക്ക് പറയുന്നത് ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അത് പ്രോബ്ലി ഞാൻ തന്നെയല്ലേ ഉള്ളൂ. ഞാൻ വഴക്ക് പറയുന്നത് ഞാൻ, സപ്പോർട്ടൊക്കെ അമ്മയുടെ അവിടെ. ആണോ? അപ്പൊ മക്കൾക്ക് ഏറ്റവും അടുപ്പം ആരോടാണ്? അത് തീർച്ചയായിട്ടും അമ്മയോടായിരിക്കും. അപ്പയോടാട്ടോ. ആണോ? ഓക്കെ. രണ്ട് ഫാമിലീസിലും ഇപ്പം ഷാജേട്ടൻ്റെ ഫാമിലിയിൽ 6 സിബ്ലിങ്സ് ഉണ്ട്, അവരുടെ സ്പൗസസ്, അവരുടെ മക്കൾ. അതുപോലെ തിരിച്ച് ചേച്ചിയുടെ വീട്ടിൽ ഒരുപാട് അംഗങ്ങളുള്ളവരാണോ? അല്ല, ഞങ്ങൾ 4 പേരേ ഉള്ളൂ. ഞാൻ 2 കുറഞ്ഞുള്ള 4 പേരുണ്ട്. എൻ്റെ മൂത്ത സിസ്റ്റർ, പിന്നെ ഞാൻ, പിന്നെ ബ്രദേഴ്സ് 2 പേരും ഇളയതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ വരുമ്പം ഒരുപാട് വലിയ വ്യത്യാസം തോന്നിയിരുന്നോ ഈ ഫാമിലിയിലോട്ട് വന്നപ്പോൾ? ഇത്രയും അംഗങ്ങളുള്ള ഫാമിലി, ഏറ്റവും ഇളയ മരുമകൾ. അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. അമ്മച്ചി അങ്ങനെ ഒരു കാര്യം ഏജ് ഉണ്ടായിരുന്നെങ്കിലും അമ്മച്ചി നമ്മുടെ കൂടെ കൂടുന്ന ടൈപ്പായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് അത്രയ്ക്കങ്ങ് ഫീൽ ചെയ്തില്ല. അമ്മച്ചി ഉണ്ട്. പിന്നെ ചേട്ടൻ്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ. 2-3 വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. ഓക്കെ. ഇപ്പോൾ ഉള്ള പേരൻസിൽ ഒരുപാട്, കാരണം ഇപ്പം എല്ലാം ന്യൂക്ലിയർ ഫാമിലിയാണ്, അധികം ആരുമായിട്ടും വലിയ ബന്ധമൊന്നുമില്ല, ഫ്രണ്ട്സ് സർക്കിൾ വളരെ കുറവാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു മക്കൾക്ക് വിവാഹാലോചന അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഇത് ശരിയാണോ, ഇത് കറക്റ്റായിട്ടുള്ള ആളാണോ, അങ്ങനെയൊക്കെ. ഇപ്പോൾ മോളുടെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഒരു ചെറിയൊരു ഉപദേശം കൊടുക്കാമെന്ന് തോന്നുന്നു അല്ലേ? നല്ല ഒരു മരുമകനെ എങ്ങനെ കണ്ടെത്താം? ശരിക്കും അതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ നിന്ന് അറിയാൻ മറ്റുള്ളവർക്ക് എന്തായാലും ആഗ്രഹം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സെലക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഇതില്ലേ മാട്രിമോണിയൽ സർവീസസ് ഉള്ളതുകൊണ്ട് അതിൽ ഒത്തിരി രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഫാമിലീസുമായിട്ടുള്ള അവരുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ പഠിക്കും ഇവരെങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഫീഡ് ചെയ്യണമല്ലോ. അപ്പോൾ അത് അവരുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അവരുടെ വീട്ടിലെ കുട്ടികളുടെ പറ്റിയോ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതിൽ നമുക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നതിന് കാര്യത്തിൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്യും. അതിൽ നിന്ന് സംസാരത്തിൽ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെടുത്തിട്ട് അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യം സാധിച്ചത്. അപ്പോൾ ചേട്ടൻ്റെ ഫാമിലി മെമ്പേഴ്സും മറ്റ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സിനോടൊക്കെ അഭിപ്രായം ചോദിക്കും. പിന്നെ അത് വേണമല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഇളയതല്ലേ. അപ്പോൾ ഏതായാലും മൂത്ത ആൾക്കാരോടൊക്കെ അവരുടെ എല്ലാവരുടെയും മക്കളുടെ എല്ലാം കല്യാണം കഴിഞ്ഞവരാണ്. അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. ഇപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഷാജി ചേട്ടനും റൈ ചേച്ചിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ആലോചന, അത് മൂത്തവരുടെ വാക്ക് കേട്ടിട്ട് എന്നാൽ പിന്നെ അത് വേണ്ട, ശരി അവർ പറയുന്നതാ ശരി, അങ്ങനെ മാറ്റിപ്പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഞങ്ങളുടെ അത് ഇല്ലില്ല. ഇഷ്ടപ്പെടുമ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരുപോലെ തന്നെ. ഞങ്ങൾ തന്നെ ആദ്യമേ നമുക്ക് പറ്റിയതാണോന്ന് ഒത്തിരി നോക്കിയിട്ടാണല്ലോ ഇവരുടെ അടുത്ത് പ്രസന്റ് ചെയ്യുന്നത്. അത് എല്ലാം കൊണ്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയില്ല, അവർ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ. ഇപ്പോഴത്തെ ജനറേഷനിൽ വളരെ റെയറായിട്ട് കാണാറുള്ളൂ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നത്. ഇവിടെ എങ്ങനെയായിരുന്നു? ഷാജിയുടെ മദർ കുഞ്ഞുങ്ങളുടെ ചെറുപ്പകാലത്ത് കൂടെ ഉണ്ടായിരുന്നു? ഇല്ല, മദർ മരിച്ച എൻ്റെ കുഞ്ഞുങ്ങളുടെ അതെന്താ കാരണം വെച്ചാൽ മദർ മരിക്കുമ്പോഴത്തേക്ക് പ്രിയെ ക്യാരിയിങ് ആയിരുന്നു. അപ്പോൾ അമ്മ മരിച്ചതിന് ശേഷമാണ് 2 പിള്ളേരും ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഒരു അമ്മയും കണ്ടിട്ടില്ല. എൻ്റെ അമ്മച്ചിയെ കാണാൻ അവർക്ക് ഭാഗ്യമില്ല. അമ്മച്ചിക്കാണെങ്കിൽ പിള്ളേരെയും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അച്ഛന് വലിയ കാര്യമാണ്. അപ്പോൾ രാവിലെ എന്ത് വെറുതെ ഇരിക്കുകയാണെങ്കിൽ പുള്ളിയുടെ കൂടെ കൊണ്ട് ഇരുത്തണം, കിടത്തണം, കളികൾ എല്ലാത്തിനും വലിയ താല്പര്യമുള്ള കൊച്ചു പിള്ളേരെ നോക്കാൻ വലിയ ഇഷ്ടമാണ്. മക്കള് മുത്തച്ഛൻ്റെ സിനിമകളൊക്കെ കണ്ട് പിന്നെ അതൊക്കെ കാണും. അതുപോലെ ആക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്? ആക്ട് ചെയ്യാനൊക്കെ ആ ഒരു ടാലന്റ് ഒന്നും ആർക്കും ഇല്ല. ഫീൽഡിലോട്ട് അങ്ങ് വന്നില്ല അല്ലേ? ബ്രദറും ഒരു സിനിമയിലെങ്ങാണ്ട് അഭിനയിച്ചു. പിന്നെ ചേച്ചിയുടെ മോള്, നാത്തൂന്റെ മോള്. അല്ല, എന്റെ അങ്കിളുണ്ട്, ഫാദറിന്റെ ഇളയ അനിയൻ പ്രേംപ്രകാശ്. പുള്ളിക്കാരനെല്ലാം ഒത്തിരി
പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളാണ്, വെൽ നോൺ ആണ്. അതെ അതെ, അദ്ദേഹത്തിന്റെ മക്കളും വളരെ അവര് ബിഹൈൻഡ് ദ സ്ക്രീനാണ്. അതെ അപ്പോൾ അവര് കഥ എഴുത്ത്, സ്ക്രിപ്റ്റ്, അങ്ങനെ കാര്യങ്ങളേ ഉള്ളൂ. അവർ ഈ പറഞ്ഞ മാതിരി മുൻപോട്ടുള്ള ഒരു കാര്യത്തിനും ഇല്ല. എങ്കിലും അവരുടെ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആണല്ലോ. സെയിം ഫീൽഡാണ്. ഓക്കെ. ഇനി വേറൊരു ചോദ്യം, ഷാജി ചേട്ടനെ കുറിച്ച് ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു സ്വഭാവം, ഇഷ്ടമില്ലാത്ത ഒരു സ്വഭാവം പറയണം. തിരിച്ചും ചാൻസ് ഉണ്ട് കേട്ടോ. ഇഷ്ടമുള്ളത് നല്ല കെയറിങ് ആണ്. എന്തോ ആദ്യം എൻ്റെ കാര്യം നോക്കിയിട്ടേ ഉള്ളൂ, പുള്ളിയുടെ കാര്യം തോന്നുന്നൊരു ഇമ്പോർട്ടൻസും ഇല്ല. മക്കളുടെയും ഞങ്ങളുടെയും കാര്യങ്ങളെല്ലാം ഫാമിലിയുടെ എല്ലാവരുടെയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പുള്ളി ലാസ്റ്റാണ് പുള്ളിയുടെ കാര്യമുള്ളൂ. അത്ര കെയറിങ് തരുന്നുണ്ട് എല്ലാ കാര്യത്തിലും. ഇഷ്ടപ്പെടാത്തത് എന്താണെന്ന് വെച്ചാൽ എന്താണ് അതിങ്ങോട്ട് പറ, ഏതാണോ? അല്ല, പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തിനാ, ഇഷ്ടപ്പെടാത്ത പല സ്വഭാവങ്ങളുണ്ടല്ലോ, അതിൽ ഏത് പറയണമെന്നാ ചോദിച്ചത്. ഇഷ്ടപ്പെടാതെ പോകാൻ നേരം ആകുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിരിക്കണം. ഒരു സകലം ഒന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും. എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് അതേ ഉള്ളൂ. ലേറ്റായി പോകരുത്. രാവിലെ എഴുന്നേക്കും, ഓഫീസിൽ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും കറക്റ്റ് ടൈം, ഒരു മിനിറ്റ് വൈകിയാൽ പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും. വേറെ എങ്ങനെയൊന്നും പെട്ടെന്ന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. ദേഷ്യമൊന്നും അധികം ഉള്ള ആളല്ല. ഓക്കെ. അതുപോലെ തിരിച്ച് റെജിയെ പറ്റി പറഞ്ഞ നമുക്ക് ഈ വയറ്റ് ഭാഗ്യം എന്നൊക്കെ പറയും. നല്ല ഭക്ഷണം കഴിക്കാനുള്ള യോഗമുണ്ട്, ടേസ്റ്റി ഫുഡൊക്കെ ഉണ്ടാക്കി തരും. ഒരുവിധം എല്ലാ കുക്കിങ്ങും അറിയാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ലെവലിൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ്. പിന്നെ പ്രശ്നങ്ങളുണ്ട്, പുള്ളിക്കാരത്തെ കൊണ്ട് എപ്പോഴും ചിരിക്കുന്ന മുഖമാണ്, വെറീഡായിട്ടൊന്നും കാണാനില്ല. ഇത്ര വലിയ പ്രശ്നമായാലും പുള്ളിക്ക് ഒട്ടും വെറീഡല്ല. അത് തന്നെ വലിയ സന്തോഷമാണ്. പിന്നെ ഞാൻ വൈകുന്നേരമൊക്കെ ഒരു 7 മണിയൊക്കെ ആയാലും എപ്പോൾ വന്നാലും ശരി, വന്നു കഴിഞ്ഞാൽ ഡോറ് കൊടുക്കുന്ന ഒരു പാട്ടും പാടിക്കൊണ്ട് എന്നെ വെൽക്കം സോങ് പാടിയൊക്കെ അത്രയും സന്തോഷവതി. അത് ഡെയിലി ഉള്ള ഒരു വെൽക്കം സോങ് ഉള്ളതാണ്. ഓക്കെ, അത് ശരിക്കും മറ്റുള്ളവർക്ക് കേട്ട് പഠിക്കാവുന്ന കാര്യമായിട്ടോ. അപ്പൊ നമുക്കൊരു ഹാപ്പിനെസ്സാ. വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും എല്ലാം മറന്നു പോകും. അതെ അതെ. ഇനിയും ഇഷ്ടപ്പെടാത്ത സ്വഭാവം പറഞ്ഞില്ല. ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഉണ്ട്. ശരി, ഞാൻ ഒത്തിരി പങ്ക്ച്വലാണ്. അപ്പോൾ ഒരു സാധനം എടുത്ത് വെച്ചാൽ ആ സാധനം അവിടെ തന്നെ കൃത്യമായിട്ട് വെക്കണം. അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെതായ രീതി ചെയ്യണം എന്നുള്ളൊരു, അത് അച്ചായൻ്റെ സ്വഭാവം എനിക്ക് കിട്ടിയേക്കുന്നതാണ്. അച്ചായൻ അങ്ങനെയാണ്, സമയത്തിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അത് തന്നെ എനിക്കും ഒരു രീതിയുണ്ട്. ആ കാര്യത്തിൽ പുള്ളിക്കാരി ഇതിൽ പുറകോട്ട്. ഇത് കേൾക്കുമ്പോൾ പല ഭർത്താക്കന്മാരും കൈയടിക്കും, പല ഭാര്യമാരും എണീറ്റോടും, ഞാൻ ഉൾപ്പെടെ. നമ്മളൊരു സാധനം ഇന്നടുത്ത് വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണില്ല. ഇത് മിക്ക വീട്ടുകളിലും ഉള്ള ഒരു പ്രശ്നമാണ്. അതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അത് ചെറിയ പ്രശ്നമാണ്, എന്നാലും വലിയ പ്രശ്നമാണ്. ചില സമയത്ത് അത് വലിയ പ്രശ്നമാണ്, ചില നേരത്ത് അത് വലിയ പ്രശ്നമാവും. ചില നേരത്ത് പള്ളിയിലൊക്കെ പോകാനാണെങ്കിൽ ശരി, 7 മണിക്കാണ് കുർബാനയെങ്കിൽ ഞാൻ എന്നും 6:50 ആകുമ്പോഴത്തേക്ക് റെഡി ആയിരിക്കും. എന്നും മിക്കവാറും ഒക്കെ ഞാൻ ചിലപ്പോൾ വിട്ടുകളയും, ഒറ്റയ്ക്ക് വിട്ടുകളയും. എന്നാലും അങ്ങൊന്നും പോവില്ല, ആ ഗേറ്റിന്റെ അവിടം വരെ പോകും. അവിടെ എന്നിട്ട് വെയിറ്റ് ചെയ്യും, ഓടി വരണം. പിള്ളേർക്ക് വേണ്ടിയിട്ടാ ഞാൻ വൈകണത്. അപ്പൊ പിള്ളേരും കൂടെ വന്നോട്ടെ അവരെ വിളിച്ച് അവരും കൂടെ റെഡിയായി വരണ്ടേ. എന്നാലും ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം, എന്നെ കൊണ്ട് ന്യായീകരിക്കുന്ന ഒരു കാര്യമായോണ്ട് ഞാൻ പറയാം. അതായത് പുരുഷന്മാർക്ക് റെഡി ആയിട്ട് പെട്ടെന്ന് ഇറങ്ങാം, പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. റെഡി ആവണം, വീട്ടിലെ കഥ അടച്ചോന്ന് നോക്കണം, ലൈറ്റ് ഓഫ് ചെയ്തോന്ന് നോക്കണം, പിള്ളേരുടെ കാര്യം നോക്കണം. അല്ല, ഇവിടെ ലൈറ്റ് ഓഫ് ചെയ്യണ കാര്യം കഥ ഇറങ്ങാനൊക്കെ ഞാനാ നോക്കണം, ഗേറ്റ് തുറക്കണ കാര്യം പിള്ളേരുടെ കാര്യം. അപ്പൊ അവര് ഞാൻ ആദ്യം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരവിടെ നിന്ന് പോകും, പിള്ളേരെ വിളിച്ചോണ്ടേ ഇരിക്കണം. ഞായറാഴ്ച സൺഡേ മാത്രമേ ഉള്ളൂ പ്രശ്നമുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും തന്നെ പോകാറ്. ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഏതാണ് ഏറ്റവും ബെസ്റ്റ്? ചേച്ചിയുടെ മാസ്റ്റർ പീസ് എന്താണ്? മാസ്റ്റർ പീസ് ഒന്നും മാറ്റി വെക്കാനില്ല. അങ്ങനെ പറയാൻ പറഞ്ഞു ഇപ്പൊ പറഞ്ഞില്ല. ഇല്ല, അത് സത്യം. അല്ല, ഏതാണ്? പക്ഷെ പുള്ളിക്കാരി കൈ വെച്ചില്ലെങ്കിൽ എനിക്ക് രുചി ചെയ്യാത്ത സാധനം. എനിക്കൊരു ശീലമുണ്ട്, ഞാൻ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിക്കില്ല, ഒരു ഹോട്ടലിൽ നിന്നും ഫുഡ് കഴിക്കില്ല. നിവൃത്തി ഉണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിക്കില്ല. അപ്പോൾ രാവിലെ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിൽ എനിക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കി തന്നാൽ മാത്രമേ കൊണ്ടുപോകും. തന്നില്ലെങ്കിൽ എനിക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിൽ അതൊന്നും കഴിക്കില്ല.
പുറത്തു പോയി കഴിക്കത്തില്ല, തിരിച്ച് വീട്ടിൽ വന്നിട്ട് കഴിക്കുള്ളൂ. ഇപ്പം ഞങ്ങൾ ട്രാവൽ പോകാമെന്ന് വെച്ചോ, എനിക്ക് പ്രത്യേക സ്വഭാവമാണ്, ഹോട്ടലിലൊന്നും കയറിയില്ല. ഇവിടുന്ന് ഇപ്പോൾ ബാംഗ്ലൂർ പോവുകയാണെങ്കിൽ രാവിലെ 9 മണിക്കത്തെ ഫുഡ്, ഒരു ഉച്ചക്കത്തെ ലഞ്ച്, ഈ 2 കാര്യങ്ങളുമായിട്ടേ പോകുള്ളൂ. വേറെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കില്ല. അതൊക്കെ അത് അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു ചേച്ചി? ഞങ്ങൾ പറയാം അന്നാണോ അപ്പം ഞങ്ങൾ പുറത്തൊന്നും കഴിക്കാന്ന് വിചാരിച്ചേ, അപ്പൊ അന്ന് പിറ്റേ ദിവസം പിന്നെ രക്ഷയില്ല. കുഴപ്പമില്ല, അതുകൊണ്ട് പിന്നെ അത് ഇഷ്ടം അങ്ങനെ പുറത്ത് കഴിക്കുന്ന ഭയങ്കര ഒരു ഇഷ്ടക്കുറവാണ്. പിന്നെ സമയവും കളയണ്ടല്ലോ ഫസ്റ്റ് ഡേ. അത് വലിയ കാര്യമില്ല, അല്ല അതൊരു ശരിക്കും ഒരു അപ്രിസിയേഷൻ ആണ്. എന്റെ ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ. അതൊരു സന്തോഷിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്, ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും. അതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ ഷാജി ചേട്ടന് പാട്ടുമായിട്ട് എന്താണ് ബന്ധം? പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ, പാട്ട് പാടത്തില്ല. പാട്ട് പാടില്ല. പാട്ടിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ? അയ്യോ, എൻ്റെ കയ്യിൽ ഒത്തിരി കളക്ഷൻ ഉണ്ട്. എല്ലാ എൻ്റെ ഫാദറിന് ഹിന്ദി പാട്ടുകളോടാണ് ഇഷ്ടം. മലയാളം പാട്ടുകൾ കേൾക്കത്തില്ല, ഇംഗ്ലീഷ് പാട്ടുകളൊന്നും താല്പര്യമില്ല. പഴയ ഗസലുകളും അത് പഴയ പാട്ടുകളും ഒക്കെയാണ്. അപ്പം അത് കേട്ട് ശീലിച്ചും അത് കളക്ട് ചെയ്ത് കൊടുത്തും എനിക്കും അതിനോടൊരു സ്നേഹമുണ്ട്. എനിക്ക് പക്ഷേ എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ഇംഗ്ലീഷും ഇഷ്ടമാണ്, ഹിന്ദി ഇഷ്ടമാണ്, മലയാളം ഇഷ്ടമാണ്, എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. ഹിന്ദിയിൽ ഗസൽസ് ആണ്, ഗസൽസ് എല്ലാം അങ്ങനെയൊന്നുമില്ല. ഹിന്ദിയിലെ എല്ലാ പാട്ടുകളും ഇപ്പോഴത്തെ എനിക്കൊന്ന് ഈ അടുത്തൊരു 10 കൊല്ലമായിട്ടുള്ള പാട്ടുകളൊന്നും കേൾക്കാറില്ല. ഹിന്ദി പാട്ടുകൾ ഒന്നും കേൾക്കാൻ സുഖമില്ല. അതിന് മുമ്പുള്ളത് മാത്രമേ ഉള്ളൂ. 2010 പുറകോട്ടൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത്. വീട്ടിലെ കണ്ണു തുറക്കുമ്പോഴേ പാട്ട് ഓൺ ചെയ്തിട്ട്, നേരത്തെ കടക്കുമ്പോഴും ഫുൾ നേരം വെളുക്കുന്നോണ്ട് വരെ പാട്ട് ഓൺ ആയിരിക്കണം. ശരി, അത്രയ്ക്ക് ഇഷ്ടമാണ്. അതെ, ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് പാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ സുഖമില്ല. അങ്ങനെ. ഓക്കെ, വീട്ടിലിപ്പോ ആരെങ്കിലും പാടുവോ? നിങ്ങളെ 4 പേരില് പാടുമെന്ന് ചോദിച്ചാൽ എല്ലാം പാട്ടുകാരാണ്. പക്ഷെ പുറത്താരും കേൾക്കാൻ കൊള്ളാതെ പാട്ട് പാടാൻ പറ്റില്ല. നല്ലൊരു ട്രയലൊക്കെ നോക്കാം. അത് വലിയ അപകടമാണ്. മിക്കവാറും മഞ്ജു തന്നെ പാടണ്ടോ. രണ്ടുപേരും വലിയ പ്രാർത്ഥനക്കാരാണ്. കുടുംബത്തിലും പണ്ട് തൊട്ടേ പ്രാർത്ഥനയുണ്ട്. ദൈവാശ്രയം കൊണ്ട് ജീവിതത്തിൽ വലിയൊരു മിറക്ലസ് ആയിട്ട് സംഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം ഓർത്തെടുക്കാമെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് കിട്ടുന്നില്ല. ഒന്ന് പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ ആക്ച്വലി ഈ വീട് ഞങ്ങൾ വാങ്ങിയ വീടാണ്. അപ്പം ഞങ്ങളുടെ വാങ്ങാൻ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദറിന് തീരെ അങ്ങോട്ട് ക്ഷീണമായി. 2012 എനിക്ക് തോന്നുന്നത് ജാനുവരി ഒക്കെ ആയപ്പോഴത്തേക്ക് വല്ലാതെ വീക്കായി. അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്സ്റ്റെയറിലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ താഴെ ബിസിനസ്സും മുകളിൽ അപ്സ്റ്റെയറും ആയിട്ടുള്ളൊരു വീടായിരുന്നു. അപ്പോൾ അതിന് കുഴപ്പം സൗകര്യങ്ങൾ കുറവ്, അതായത് മുറ്റമില്ല, അങ്ങനെ മുറ്റം കുറവാണ്. അതായത് ഇത്രയും വലിയൊരു ആൾക്കാരറിയുന്ന ഒരാളുടെ വീടും അങ്ങനെ ലാസ്റ്റ് വീട്ടിലൊക്കെ അതൊരു വിഷമമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെയൊരു വീട് നല്ലവണ്ണം വാങ്ങണം, അതിന് തന്നെ ഒരു വഴിയെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങളുടെ തന്നെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഡെയിലി ഇപ്പം ഒരു പണി കുരിശിൻ്റെ വഴി അങ്ങ് എല്ലാം പറഞ്ഞു, ഒരു 90 ദിവസത്തെ കുരിശിൻ്റെ വഴി അങ്ങ് നേർച്ച പോലെ ചെല്ലി, അപ്പോൾ നിങ്ങളുടെ കാര്യം സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. എൽഡർലി ആയിട്ടുള്ള നല്ലൊരു റിലേറ്റീവാണ്. അപ്പോൾ ഞങ്ങൾ ഇമ്മ തമാശയായിട്ട് ചോദിച്ചു കുരിശിൻ്റെ വഴിയില്ലേ എങ്ങനെ വീട് കിട്ടാൻ പോണേ. അപ്പോൾ ഒരു പുള്ളി സീരിയസ് ആയിട്ട് എടുത്തു, ചുമ്മാ ട്രൈ ചെയ്യാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതൊരു വലിയൊരു മിറക്കിൾ തന്നെയായിരുന്നു കേട്ടോ. ഏതാണ്ടൊരു 10-30 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു വീടിൻ്റെ കാര്യം നമുക്ക് അതുവരെ വീട് ശരിക്കും പറഞ്ഞ് ഞങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ഒന്നും നോക്കിയിട്ടും പിടിച്ചിട്ടും ഒന്നും പ്ലാനിങ്ങിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ 30 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ വീടിനെ പറ്റി ഒരാളൊന്ന് പറഞ്ഞതും അങ്ങനെ ഞങ്ങളിവിടെ ഒന്ന് കാണുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഓണർ നല്ല മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ് ഞങ്ങൾക്ക് ഇനി പെട്ടെന്നൊരു അത്യാവശ്യമാണ്, ഒരു 30 ഡേയ്സിനുള്ളിൽ ഞങ്ങൾക്ക് ഈ വീട് തരണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല രക്ഷയില്ല, അഡ്വാൻസ് ഒന്ന് 4 മാസം കഴിയണം, കാരണം പുള്ളി വേറെ വീട് വെച്ചുകൊണ്ടിരിക്കുക, പടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് റെഡിയാവുന്ന ഒരു പീരീഡുണ്ട്, അതിന് അത്ര താമസം ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞേ അയാൾ തരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, എനിക്ക് ഇത്രയ്ക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്, ഏതെങ്കിലും വിധേന ഇക്കാര്യം സാധിച്ചു തരണം, 5 ദിവസത്തിൽ പറയണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ അത് 5 ദിവസങ്ങളിൽ പറഞ്ഞു. പുള്ളി വേഗം തന്നെ വേറൊരു വീട് വാങ്ങി അങ്ങോട്ട് മാറിയിട്ട് ഇങ്ങോട്ട് നമുക്ക് ഈ വീട് ഹാൻഡ് ഓവർ ചെയ്ത് അത്രയും ഒക്കെ മനസ്സിൽ തോന്നണമെങ്കിൽ പ്രാർത്ഥനയുടെ ബലമായിരിക്കണം, അല്ലാതെ. അപ്പോൾ ശരിക്കും അതൊരു മിറക്കിൾ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് സമയത്ത് ഉപകരിച്ചു, അതേ പറയാൻ പറ്റുള്ളൂ.
ഒരു പോരാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴും നമുക്ക് പറ്റിയ വീടാണിത്. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു സ്വഭാവ രുചിക്കുണ്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ ബൈബിൾ വേർഡൊക്കെ വേറെ 2 വീട് കാണാൻ പോയപ്പോഴും നമുക്ക് പറ്റിയതല്ല എന്നുള്ള രീതിയിൽ നമുക്ക് കാണിച്ചു തന്നു. മെസ്സേജ് വന്നു. അപ്പോൾ അതിങ്ങനെ വായിച്ചപ്പോൾ അപ്പോൾ നമുക്ക് അത്യാവശ്യമായിരുന്നു. നമ്മളിവിടെ വന്ന് 1 മാസം തികയുന്നതിന് മുമ്പ് അച്ഛൻ മരിക്കുകയും ചെയ്തു. കാരണം നമുക്ക് വീട് പണിയാനുള്ള ഒരു സമയം അതുകൊണ്ടാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു ആഗ്രഹവും നല്ലൊരു വീട്ടിലേക്ക്. അച്ഛനങ്ങനെ ആഗ്രഹമുള്ള ആളൊന്നുമല്ല കേട്ടോ. ശരിക്കും ആഗ്രഹം എന്റെ ആഗ്രഹമാണ്. വളരെ സിമ്പിളായിട്ടും സിംപ്ലിസിറ്റിയാണ് പുള്ളി. ഫാദറിന് വളരെ 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 എളിമയോടുകൂടി ജീവിച്ചിരുന്ന ആളാണ്. പുള്ളിക്കാരൻ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് ആർഭാടമൊന്നും ഇഷ്ടമുള്ള ആളല്ല. അങ്ങനെയാണ് അച്ഛൻ്റെ രീതിയിൽ. പക്ഷെ എനിക്കങ്ങനെയല്ല. കാരണം എനിക്ക് നല്ലൊരു വീട് തന്നു. ഞാൻ ആ വീട് പൊളിച്ചു കളഞ്ഞിട്ട് ഒരു കൊമേഴ്സ്യൽ ബിൽഡിംഗ് വെച്ചു. അപ്പോൾ അതിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് എനിക്ക് വീട് ചേന് കൊടുത്തേ പറ്റുള്ളൂ. ആ ഒരു വാശിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. അങ്ങനെ അപ്പോൾ ദൈവാശ്രയം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം സാധിച്ചു. അത് സത്യം. അവരും പറഞ്ഞു അവര് വാശി പിടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ വീട് കിട്ടും. അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് ദേഷ്യം തോന്നിയെങ്കിലും അച്ഛൻ ഇങ്ങനെ ആയല്ലോ എന്ന് ഓർത്തിട്ട് പിന്നീട് അവര് ഞങ്ങളോട് ക്ഷമ പറയുക. അന്ന് ഞങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഈ വീട് തന്നവര് നല്ല മനസ്സ് അവർക്കും തോന്നി. അല്ലെ അവരുടെ മനസ്സ് മാറിയില്ലായിരുന്നു നമ്മൾ പെട്ടുപോയേനെ. മരിക്കും എന്നുള്ളത് അവരും വിചാരിച്ചില്ല. ഞങ്ങൾക്ക് അറിയാമായിരുന്നു കുറച്ച് ഇത് വളരെ മോശമായ കണ്ടീഷൻ ആയി എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഞങ്ങളുടെ കൂടെ അല്ലേ ഇത്രയും. എന്തായാലും ഒരുപാടൊരു ഗ്രേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ട് എനിക്കിത് തോന്നിയത്. ഒരുപാട് പ്രാർത്ഥനയുടെ അനുഭവങ്ങളും. പ്രാർത്ഥന എന്തായാലും കുടുംബജീവിതത്തിൽ അത്യാവശ്യമാണ്. അതെ അതെ. മോളുടെ വിവാഹത്തിന് സമയത്തും ഞാൻ ഈ പെണ്ണ് കാണാൻ പോയപ്പോഴും ഞങ്ങൾ ഈ വായിച്ചപ്പം എനിക്ക് ശരിക്കും കിട്ടിയത് ഇത് ബൈബിളിൽ നിന്ന് മെസ്സേജ് കിട്ടുമോ ഇതാ നല്ലതെന്നുള്ള അങ്ങനെ അവൾക്ക് സ്യൂട്ടബിൾ ആണ്. അതെ അതെ തീർച്ചയായിട്ടും ഒരു ഫീല് നമുക്ക് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ പ്രൊസീഡ് ചെയ്തത്. അപ്പം ഇനി ദൈവാനുഗ്രഹം തുടർന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നിങ്ങളുടെ 2 പേരുടെയും മക്കളുടെയും ഇനി അടുത്ത ജനറേഷൻ്റെ പേരക്കുട്ടികളൊക്കെ എത്രയും വേഗം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ ആശംസകൾ ദീർഘായുസോടും ആരോഗ്യത്തോടും കൂടെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും നല്ല ഒരു ഒത്തുചേരൽ നമുക്ക് സമ്മാനിച്ച ഷായി ചേട്ടനും റേച്ചി ചേച്ചിക്കും നന്ദി. കൂട്ടിൽ പുതിയ അതിഥികളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.